വയനാട്ടിലെ ദുരന്തമുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. കണ്ണൂരിൽ നിന്നാണ് തുടക്കം. ജോർജേട്ടൻ ഈ പോസ്റ്റിന് താഴെയിട്ട കമന്റാണ് ദേ ഈ കാണുന്നത്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജേട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി. ജോർജേട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോളായാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കാതെ? എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? വൃത്തിയായിട്ടവൻ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. എനിക്ക് അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും, കടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടിയിരിക്കുവാണിപ്പം. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ് വാ പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. അപ്പോ ജോർജേട്ടൻ അബദ്ധം പറ്റിയതാണെന്ന് ജോർജേട്ടൻ കരുതി അതോടെ അവസാനിച്ചെന്ന്. എനിക്കെല്ലാമായി തൃപ്തിയായി. അങ്ങനെ ജോർജേട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരം അർപ്പിച്ചു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ. ദേ ആ ഫോട്ടോ കണ്ടേ, ആദരവ് ഏറ്റുവാങ്ങിയ ജോർജേട്ടൻ നിക്കണ നിപ്പ് കണ്ട. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.